പ്രതിസന്ധികളെ മറികടന്ന് എന്തായാലും സുജിത്തിന് പ്രണയസാഫല്യമാണ്. 5 വർഷത്തെ പ്രണയം അത് വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. 5 വർഷം പൂർത്തീകരിച്ച് പഴയ ഒരു അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഒരു ഫെയറായിരുന്നു തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂർത്തിയായി. അത് ഗുരുവായൂർ വെച്ച് തന്നെയാണോ? അല്ല അല്ല, അവിടെ ചൂണ്ടൽ മുന്നേ നേരുന്ന ശാന്തി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു പ്രണയം തുടങ്ങിയത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മൾ താലികെട്ടി നടന്നു. പ്രതിസന്ധികളും ഉണ്ടായി അതിനിടയിൽ വന്ന ഒരു വാഹനം. തീർച്ചയായിട്ടും വളരെയധികം പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ട് തന്നെ. ഇപ്പോഴും ഇനി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് തന്നെ പോകാനുള്ളൊരു മൂമെന്റ്. തൃഷ്ണയാണ് വധു. എന്താ ഈ മുഹൂർത്തത്തിൽ പറയാനുള്ളത്? എന്താ പറയാ, സന്തോഷം. അതന്നെ, ഒരുപാട് കാലത്തെ പ്രണയാണ്. അത് സഫലീകരിച്ചപ്പോൾ മനസ്സും നിറഞ്ഞു എല്ലാം നിറഞ്ഞെന്ന് പറഞ്ഞ പോലെ നല്ല സന്തോഷം. കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്താ തോന്നിയത്? ഓ, അത് കേസൊക്കെ പ്രശ്നം കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ അത് സത്യം തെളിഞ്ഞല്ലോ, അതന്നെ ഒരു വലിയ കാര്യം. പേടി തോന്നിയിരുന്നോ? പേടിയൊക്കെ ഉണ്ടായിരുന്നു. പേടിയില്ലാതിരിക്കില്ലല്ലോ, എന്റെ ചെക്കനല്ലേ. അപ്പൊ അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ക്രൂരമായ ലോകമർദ്ദനത്തിനായിരുന്നു ഇരയായത്. സുഹൃത്ത് എന്തായാലും പോരാട്ടം തുടരും. തീർച്ചയായിട്ടും പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ആവശ്യം. കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു, സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത്. പ്രത്യേകിച്ച് മുൻ എം പി ടി എൻ പ്രതാപനുണ്ട്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉണ്ട്. എത്രമാത്രം സന്തോഷമുണ്ട്. സുജിത്തിന് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്ന പോലെ തന്നെ കുടുംബ പോരാട്ടത്തിനും കോൺഗ്രസ് പാർട്ടി നിൽക്കുകയാണ്. 5 വർഷമായിട്ടാണ് സുജിത്തും സഹധർമ്മിണിയും തമ്മിലുള്ള പ്രണയം. ആ പ്രണയ സാഫല്യം ഇന്ന് ഗുരുവായൂരപ്പൻ്റെ നടയിൽ സബലീകൃതമാകുകയാണ്. ആ സന്ദർഭത്തിൽ കോൺഗ്രസ് പാർട്ടി സുജിത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും, വ്യക്തിപരമായും കൂടെ ഉണ്ടാകും, സാമൂഹ്യമായും കൂടെ ഉണ്ടാകും, രാഷ്ട്രീയമായും കൂടെ ഉണ്ടാകും. ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം പല നേതാക്കളും സുജിത്തിനെ സന്ദർശിച്ചിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിവാഹ സമ്മാനമായി ഒരു മോതിരം സമ്മാനിച്ചു. പക്ഷേ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആകട്ടെ ഏറെ വൈകാരികമായി തൻ്റെ കഴുത്തിൽ കിടന്ന മാല വിവാഹ സമ്മാനം കൊടുത്തു. വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പരീക്ഷകളെയും അതിജീവിച്ച് വെന്നിക്കൊടി പാറിച്ചിട്ടാണ് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സുജിത്ത് എത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ നിമിഷത്തിൽ നിൽക്കുന്നത്. എല്ലാവിധ ആശംസകളും ഭാവി ജീവിതത്തിന് നേരുകയാണ്. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ എന്തായാലും സുജിത്ത് അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. പ്രതിസന്ധികളെ മറികടന്നു. ഇനിയും നിയമപോരാട്ടം തുടരും. ഇനിയും ഏറെ കടമ്പകളുണ്ട് എന്നുള്ളതാണ് സുജിത്തും പറയുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് 24.